Dear students, Plus 1 Computer Science, Chapter 11, Computer Networks, Part 1. What is meant by a network? Network means a collection of or interconnection of computers through a communication medium. That means computer network is a group of computers and other computing hardware devices. Maybe the hardware devices are like printers, scanners, modems, CD drives, etc. And all these hardware devices or the computers are connected to each other electronically through a communication medium is known as a computer network, and they can communicate with each other and exchange commands and share data, hardware and other resources. Computers on a network may be linked through cables, telephone lines, radio waves, satellites or infrared light beams. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ളത് എന്താ, കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ആണ്. ആൻഡ് ദാറ്റ്സ് കണക്ഷൻ ഈസ് ത്രൂ ആൻ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ആൻഡ് കമ്പ്യൂട്ടേഴ്സ് മാത്രമായിരിക്കില്ല അതിനകത്ത്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിവൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രിൻറ്റേഴ്സ് ആകാം, സ്കാനേഴ്സ് ആവാം, മോഡംസ്, സി ഡി ഡ്രൈവ്സ്, അങ്ങനെയുള്ള ഹാർഡ്വെയർ ഡിവൈസസും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കമാൻഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാനും ഡാറ്റ ഷെയർ ചെയ്യാനും അതുപോലെ വേറെ റിസോഴ്സസ് ആയി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ സിസ്റ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരൊറ്റ പ്രിൻ്റർ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്കാനർ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ദ നീഡ്സ് ഫോർ നെറ്റ്വർക്ക്? നെറ്റ്വർക്കിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഒരാൾക്ക് പോലും ചിന്തിക്കാനായിട്ട് പോലും സാധിക്കില്ല. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജസ് ആർ റിസോഴ്സസ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി ആൻഡ് ദി സ്കാലബിലിറ്റി. നമുക്കിത് ഓരോന്നും എന്താണെന്ന് ഇനി നോക്കാം. റിസോഴ്സ് ഷെയറിംഗ് മീൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിസ്റ്റം, നമുക്ക് പല സിസ്റ്റങ്ങളുണ്ടാകും, നമുക്ക് പല കമ്പ്യൂട്ടറിലേക്കും ഒരൊറ്റ റിസോഴ്സ്, അതായത് ഇപ്പോൾ ഒരു പ്രിൻ്റർ അല്ലെങ്കിൽ ഒരു സ്കാനറൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതിനെയാണ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ദ ഷെയറിംഗ് ഓഫ് അവൈലബിൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് റിസോഴ്സ് ഷെയറിംഗ്. For example, the content of a DVD placed in a DVD drive of one computer can be read in another computer. നമ്മൾ DVD പ്ലേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് DVD ഡ്രൈവ് ഒരു കമ്പ്യൂട്ടറിൽ മാത്രമല്ല പല കമ്പ്യൂട്ടറിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സിമിലർലി അതർ ഹാർഡ്വെയർ റിസോഴ്സസ് ലൈക്ക് ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ, സ്കാനർ ആൻഡ് അതർ സോഫ്റ്റ്വെയർ റിസോഴ്സസ് ലൈക്ക് ആപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ, ആൻറ്റിവൈറസ് ടൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതിനെയാണ് നമ്മൾ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത്. സോ റിസോഴ്സ് ഷെയറിംഗ് ഈസ് ദി ഷെയറിംഗ് ഓഫ് അവൈലബിൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് റിസോഴ്സ് ഷെയറിംഗ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് price performance ratio. The cost of purchasing licensed software for each computer can be reduced by purchasing network version of such software. This will be least affect the performance of such resources and lead to considerable saving cost. നമുക്ക് ഇങ്ങനൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് പുതിയ വേർഷൻസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ കേട്ടോ, ദ കോസ്റ്റ് ഓഫ് പർച്ചേസിങ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ഈച്ച് കമ്പ്യൂട്ടർ ക്യാൻ ബി റെഡ്യൂസ്. ഓരോ കമ്പ്യൂട്ടറിനും നമുക്ക് കൊടുക്കുമ്പോൾ അത് എന്തായിരിക്കും, അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഓരോന്നും നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ ഷെയർ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് വിൽ ലീസ്റ്റ് ദി അഫക്റ്റ് ദി പെർഫോമൻസ് ഓഫ് സച്ച് റിസോഴ്സസ് ആൻഡ് ലീഡ് ടു കൺസിഡറബിൾ സേവിങ് കോസ്റ്റ്. അത് എന്തിനെ അഫക്റ്റ് ചെയ്യും? ലീസ്റ്റ് ദി അഫക്റ്റ് ഓഫ് പെർഫോമൻസിനെ ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. ആൻഡ് റിസോഴ്സിനെയും ആൻഡ് ലീഡ് ടു കൺസിഡർ, നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹെൽപ്സ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ യൂസർ through network through its services like ഇമെയിൽ, ചാറ്റിംഗ്, വീഡിയോ കോൺഫറൻസിങ്. നമുക്ക് പലവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ത്രൂ എങ്ങനെയാണ്? ഇമെയിൽസ് അല്ലെങ്കിൽ ചാറ്റിങ്, വീഡിയോ കോൺഫറൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതർ പേഴ്സൺസായിട്ട് ആ നെറ്റ്വർക്കിലുള്ള അല്ലെങ്കിൽ വേറെ നെറ്റ്വർക്കിലുള്ള ഒരു പല പേഴ്സൺസായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ എ
നെറ്റ്വർക്ക് ത്രൂ എ നെറ്റ്വർക്ക് ആൻഡ് ഏതൊക്കെ മേഖലയുടെ ഇമെയിൽസ്, ചാറ്റിങ്, വീഡിയോ കോൺഫറൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, വൺ ക്യാൻ സെൻഡ് ഓർ റിസീവ് മെസ്സേജസ് വിത്ത് നോ ടൈം ഇറസ്പെക്റ്റീവ് ഓഫ് ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസിലായിക്കോട്ടെ, ഏത് ടൈമിലായിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ സാധിക്കും. ദാറ്റ് ഈസ് ദി അനദർ അഡ്വാൻറ്റേജ് ഓഫ് നെറ്റ്വർക്ക്. കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് നമ്മൾ. ആൻഡ് നെക്സ്റ്റ് ഈസ് റിലയബിലിറ്റി. ഇറ്റ് ഈസ് പോസിബിൾ ടു റെപ്ലിക്കേറ്റ് അവർ ബാക്കപ്പ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഇൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് the network. If one computer fails, the other computer can perform the work without any delay. These can be retrieved from other computers in which they are saved in case of disasters or disasters may be malfunctioning of computer, accidental deletion of files, etc. അപ്പോൾ റിലയബിലിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ പെട്ടെന്ന് നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മൾ പറഞ്ഞ ഇൻ്റർനെറ്റ് എന്നുള്ളത് എന്താണ്? കളക്ഷൻ ഓഫ് അവിടെ പല കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റം ഫെയിൽ ആയേക്കാളും നമുക്ക് ബാക്കിയുള്ള സിസ്റ്റം വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും വിത്തൗട്ട് എനി ഡിലേ. ഇപ്പോൾ നമുക്ക് റെപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ബാക്കപ്പ് ചെയ്യാനും നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഉള്ളതിനുകൊണ്ട് ബാക്കപ്പ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. ആൻഡ് ദിസ് ക്യാൻ ബി റിട്രീവ്ഡ് ഫ്രം അനദർ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് മൂലം നമ്മുടെ ഡാറ്റ മിസ്സായിട്ടുണ്ടെങ്കിൽ, ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും മൾഫങ്ഷൻ, ആ കമ്പ്യൂട്ടറിൻ്റെ എന്തെങ്കിലും മൾഫങ്ഷനിങ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ആക്സിഡൻ്റൽ ഡിലീഷൻ ഓഫ് ഫയൽസ് ഒക്കെ ആകും. അപ്പോൾ നമുക്ക് ഡാറ്റ മിസ്സായാൽ കൂടെ, ഫെയിലായി, ഒരു കമ്പ്യൂട്ടർ ഫെയിലായി കൂടെ വേറൊരു കമ്പ്യൂട്ടർ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. അതുപോലെ ഡാറ്റാസ് റിട്രീവ് ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും. ആൻഡ് ദി നെക്സ്റ്റ് ഈസ് scalability. Computing capacity can be increased or decreased easily by adding or removing computers to the network. അതായത് നമ്മൾ ഒരു നെറ്റ്വർക്കിലൂടെ ആകുമ്പോൾ പല കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്നതിനോട് കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാതെ പോലെ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദിസ്, ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് നെറ്റ്വർക്ക്സ് ക്യാൻ ഓൾസോ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്ലൂഡിങ് മോർ സ്റ്റോറേജ് ഡിവൈസസ് ടു ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലേക്ക് നമ്മൾ കുറേ കമ്പ്യൂട്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടായാലും കമ്പ്യൂട്ടിങ്ങിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ദി നെറ്റ്വർക്ക്സ് നമുക്ക് ഇൻക്രീസ് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് പറയാനുള്ളത്. റിലയബിലിറ്റി നമ്മൾ ആദ്യം പറഞ്ഞത് റിസോഴ്സ് ഷെയറിംഗ് ആണ്. ദെൻ റിലയബിലിറ്റി, സ്കാലബിലിറ്റി, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ പറഞ്ഞു, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ നീഡ്സ്, ദാറ്റ് മീൻസ് അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഇനി ഇതിനകത്ത് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനാണ്. നമുക്ക് മൂന്ന് ടേംസേ നമുക്കിപ്പോൾ പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ബാൻഡ് വിത്ത്. നമുക്ക് കേൾക്കാറുള്ളതാണ് അല്ലേ, ബാൻഡ് വിത്ത്. എത്രയാണ് ബാൻഡ് വിത്ത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ് ബാൻഡ് വിത്ത്? ബാൻഡ് വിത്ത് മീൻസ് it is the measure of the maximum amount of data that can be transmitted by the medium. അതായത് മാക്സിമം എമൗണ്ട് ഓഫ് ഡാറ്റയാണ്, എത്രത്തോളം എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മീഡിയത്തിൽ കൂടെ എത്രത്തോളം ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, മാക്സിമം എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ ബാൻഡ് വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നോക്കുന്നത് ഹേർട്സിലാണ്. ഇൻ ഡിജിറ്റൽ സിസ്റ്റം ബാൻഡ് വിഡ്ത്ത് ഈസ് മെഷേർഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ എത്ര ബിറ്റാണ്, ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്, മാക്സിമം എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. മെഷർ ചെയ്യുന്നത് ഹേർട്സിലാണ്. ഇൻ ഡിജിറ്റൽ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ബിറ്റ്സ് പെർ സെക്കൻഡാണ് നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോയ്സ് എന്ന് പറയുന്നത്. അത് എന്തിനെ സംഭവിക്കും? അത് നമ്മുടെ ഡാറ്റ സിഗ്നലിൻ്റെ ക്വാളിറ്റീനെ കുറയ്ക്കും. അപ്പോൾ നോയ്സ് എന്നുള്ളത് ഇറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ആൻഡ് ഇറ്റ് ലോവേഴ്സ് ദി quality of data signal and it occurs from nearby radio transmitters, motors or another cables. അതെന്തുകൊണ്ടൊക്കെ വരാം? റേഡിയോ ട്രാൻസ്മിറ്റേഴ്സോ അല്ലെങ്കിൽ മോട്ടേഴ്സോ അല്ലെങ്കിൽ അതർ കേബിൾസൊക്കെ നിയർ ബൈ ആയിട്ടുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് ഈ നോയ്സ് സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ഡാറ്റ സിഗ്നലിൻ്റെ ക്വാളിറ്റി ഒക്കെ ഡിക്രീസ്ഡ് ആവും. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡ്സ് ടെക്സ്റ്റ്, പ്രോഗ്രാംസ്, ഇമേജസ് ആൻഡ് ഓഡിയോ ഓവർ എ നെറ്റ്വർക്ക് ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ നോയ്സ്. അപ്പോൾ ഏത് ടൈപ്പ് ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താലും ഈ നോയ്സ് മൂലം, അതായത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ നോയ്സ് മൂലം അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി നമുക്ക് കുറയും. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
നോയ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് നോഡ്. നോഡ് എന്നുള്ളത് ഒരു ഡിവൈസാണ്, ഒരു കമ്പ്യൂട്ടർ ഡിവൈസാണ്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ്. അത് കമ്പ്യൂട്ടർ ആവാം, സ്കാനർ ആവാം, പ്രിൻ്റർ ആവാം. ഇങ്ങനെയുള്ള ഒരു സിംഗിൾ ഡിവൈസിനെയാണ് നമ്മളൊരു നോഡ് എന്ന് പറയുന്നത്. പക്ഷേ ആ നോഡ് ഏതൊരു ചുമ്മാ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ സ്കാനറിനെ നമ്മൾ പറയില്ല. അതൊരു കമ്പ്യൂട്ടറിലേക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോഡ് എന്ന് പറയുന്നത്. സോ എനി ഡിവൈസ് വിച്ച് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് എ നോഡ്. വെൻ വി കണക്ട് for example computers linked to the computer network in the schools are nodes. നമ്മളിപ്പോൾ സ്കൂളിൽ തന്നെ കുറേ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലേക്ക് ഒരു മോഡം കണക്ട് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു സ്കാനർ ഉണ്ടാവും, പ്രിൻ്റർ ഉണ്ടാവും, വേറെ കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകും. അതിന് ഓരോ സിംഗിൾ ഡിവൈസിന് നമ്മൾ എന്ത് പറയും, നോഡ്സ് എന്ന് പറയാറുണ്ട്. വെൻ വി കണക്ട് ദി ഇൻ്റർനെറ്റ് ടു അവർ കമ്പ്യൂട്ടർ ബിക്കം എ നോഡ് ഓഫ് ദി ഇൻ്റർനെറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റിൽ നോക്കുമ്പോൾ അത് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറും ഒരു നോഡായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ, നെറ്റ്വർക്ക് എന്താണ്, ഒരു ഇൻ്റർനെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഡിവൈസസിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് then അതിൻ്റെ നീഡ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞത് റിസോഴ്സസ് ഷെയറിങ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, ദെൻ റിലയബിലിറ്റി, സ്കാലബിലിറ്റി. അതുപോലെ കുറച്ച് ടേംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ ടേംസ്? ആദ്യം നമ്മൾ പറഞ്ഞത് ബാൻഡ് വിഡ്ത്ത് ആണ്. അതായത് മാക്സിമം എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് പറഞ്ഞത്. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എനർജീനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഹോപ്പ് ഓൾ ദീസ് ടോപ്പിക്സ് ആർ ക്ലിയർ ടു യു. താങ്ക് യു സ്റ്റുഡൻസ്.